ഇക്കായി 5 യൂണിറ്റ് 5 നസാരെ. നസാരെ മാനെ ദൃശ്യം, കാഴ്ച നല്ല മീനിങ് വരിക. 5ാമത്തെ യൂണിറ്റിന്റെ പേര് നസാരെ, ദൃശ്യം. ഇവിടെ താഴെ കുറെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആന, ഹാത്തി, ഹാത്തിക്ക് ബെച്ചെ, चार बच्चे हैं और 2 एक आदमी और एक औरत भी है. इसके नीचे देखो, जीवन का वास्तविक सुख दूसरों को सुख देने में है, उनका सुख छीनने में नहीं. प्रेमचंद हिंदी के प्रसिद्ध कहानीकार हैं. उनका एक वचन है. प्रेमचंद പറഞ്ഞ ഒരു വാക്യം ശ്രദ്ധിക്കുക. ജീവൻ കാ വാസ്തവിക സുഖ്, ജീവിതത്തിലെ സുഖം എന്ന് പറയുന്നത് ദൂസരങ്കോ സുഖ് ദേനേമേ, മറ്റുള്ളവർക്ക് നമ്മൾ സുഖവും സന്തോഷവും കൊടുക്കുന്നതിലാണ് നമ്മൾ സുഖം കണ്ടെത്തേണ്ടത്. ഉൻകാ സുഖ് ചീനേമേ നെഹി, ചീന തട്ടിപ്പറിക്കുക, അവരുടെ സുഖം തട്ടിപ്പറിച്ചാൽ നശിപ്പിക്കുന്നതിലല്ല സുഖം കണ്ടെത്തേണ്ടത്. ശരിയായ സുഖം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സുഖവും സന്തോഷവും നമ്മൾ നൽകുമ്പോഴാണ്, അല്ലാണ്ട് മറ്റുള്ളവരുടെ സുഖം തട്ടിപ്പറിച്ചാൽ നശിപ്പിക്കുമ്പോഴല്ല എന്നാണ് പ്രേംചന്ദിന്റെ ഒരു വചൻ, ഒരു വാക്യം. നെക്സ്റ്റ് പേജ്. പ്രേം കെ സിവ അവർ കുച്ച് നഹീം. ജസിന്ത കെർക്കേട്ടന്റെ ഒരു ഡയറിയാണ് ഇത് പഠിക്കാനുള്ളത്. പ്രേം കെ സിവ അവർ കുച്ച് നഹീം. ഡയറിയുടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. സ്നേഹമല്ലാതെ വേറെ ഒന്നുമില്ല. ജസിന്ത കെർക്കേട്ട എഴുതിയത്, ഡയറി എഴുതിയ ആള് ജസിന്ത കെർക്കേട്ട. അപ്പം ഡയറി ലേഖനം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡയറി എഴുതുമ്പോൾ എപ്പോഴും ഡേറ്റ്, ഇയർ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 27 ജൂൺ 2022 സോമവാർ. 27 ജൂൺ 2022 സോമവാർ, മൺഡേ. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ആ ഡയറി കുറിപ്പുകൾ നോക്കുമ്പോൾ നമുക്ക് തിരിയും, ഇന്ന വർഷം, ഇന്ന ജൂൺ മാസത്തിൽ ഇന്ന ഡേറ്റിൽ അതൊരു മൺഡേ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും ആ ഡയറി വായിക്കുമ്പോൾ. അപ്പം നമുക്ക് പാഠഭാഗം നോക്ക്. റാഞ്ചി, ഝാർഖണ്ഡ്, അവിടെ നിന്നാണ് ഈ ഡയറി എഴുതിയത്. അവിടെ വെച്ചാണ് ഈ ഡയറി എഴുതിയിട്ടുള്ളത്. നോക്ക് വിഷയം. റിംസ് झारखंड का सबसे बड़ा सरकारी अस्पताल है. റിംസ് ജാർഖണ്ഡിലെ പ്രസിദ്ധമായ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഇസ് अस्पताल में एक रिपोर्ट लेने में कतार में खड़ी थी. ഇവിടെ ഹോസ്പിറ്റലിൽ ഒരു റിപ്പോർട്ട് മേടിക്കാൻ വേണ്ടി മൈ മീൻസ് ജസിന്ത കെർക്കട്ട എന്ന ഞാൻ കതാർ മേ ഖടീതി, കതാർ ക്യൂവിൽ നിൽക്കുകയാണ്. മേരെ ആകെ ഏക്ക് വ്യക്തി ഖടാത, എൻ്റെ മുന്നിൽ ഒരാൾ ക്യൂവിലുണ്ട്. ഉസേ ബി കോയി റിപ്പോർട്ട് ലേനി ഥി, അദ്ദേഹത്തിന് എന്തോ റിപ്പോർട്ട് വാങ്ങിക്കാനുണ്ട്. പൈസ ജമാ കർത്തേ വക്ത് ഉസ്കെ പാസ് 20 रुपये കം പടേ രഹേ ഥേ. ബില്ല് പേ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് 20 രൂപയുടെ കം പടി രഹേ ഥേ, 20 രൂപ കുറവാണ്. വഹ് പരേശാൻ ഇധർ ഉധർ താക്ക് രഹാ ഥ, അയാൾ വളരെ വിഷമത്തോടെ അങ്ങോട്ടിങ്ങോട്ടെല്ലാം നോക്കുന്നു. ബാർ ജേബ് മേ ഹാത്ത് ഡാൽത്താ ഥ, അയാൾ പോക്കറ്റിൽ ഇടക്കിടക്ക് കൈയിട്ട് പരതുന്നു. പീച്ചെ വാലെ ലോഗ് ജൽദി കരോ ചില്ലാ രഹേ ഥേ, പുറകിലത്തെ ആൾക്കാർ പറയുന്നു വേഗം ഒന്ന് കൊടുക്കൂ. ആൾക്കാർ ക്യൂവിലാണല്ലേ. ചില്ലാ രഹേ, അവർ ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. വഹ് ഇധർ ഉധർ ഫോൺ ലഗാനേ ലഗ, അദ്ദേഹം അവിടെ നിന്ന് ഫോണിൽ ആരെല്ലോ വിളിക്കുന്നു. 20 रुपया നഹീ മിൽ രഹ, 20 രൂപ കിട്ടിയില്ല. ലൈൻ മേ ഖടാഹും, എന്താ പറയുന്നത്, ഫോൺ വിളിച്ചിട്ട് 20 രൂപയില്ല. ലൈൻ മേ ഖടാഹും, ഞാനിവിടെ ക്യൂവിലാണുള്ളത്. ലേക്കർ ജൽദി ആയിയേ, ഒന്ന് വേഗം കൊണ്ടുത്താന്ന് ആരോടോ ഫോൺ വിളിച്ച് പറയുന്നു. ഓ കിസീസെ ഫോൺ പർ കഹ് രഹാ ഥ, അദ്ദേഹം ഫോണിലെ കൂടെ ആരോടൊക്കെയോ ഇത് വിളിച്ചു പറയുന്നു. തബി മേനെ 20 रुपये നിക്കാൽ കർ, അപ്പോൾ ഞാൻ മീൻസ് ജസീന്ത, ഞാൻ 20 रुपये നിക്കാൽ കർ ഉസ്കി ഓർ ബഡാ ദിയേ, 20 രൂപ അദ്ദേഹത്തിന് കൊടുത്തു. ഉസ്കെ രാഹത്ത് കി സാസ് ലി, ഉസ്നെ, അദ്ദേഹം രാഹത്ത് ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം വിട്ടു. मैंने देखा आदमी छोटी सी मदद के लिए आसपास खड़े इंसानों की तरफ नहीं देख सकता, असहाय महसूस करता है. मैंने देखा, ഞാൻ നോക്കിയപ്പോൾ കണ്ടത്, ആദ്മി ചോട്ടി സി മദദ് കെ ലിയെ, ഈ ചെറിയൊരു പൈസക്ക് വേണ്ടിയിട്ട്, ആസ്പാസ് ഖടേ ഇൻസാനോങ്കി തരഫ്, ചുറ്റുപാടുള്ള മനുഷ്യന്മാരെ, നഹീ ദേഖ് സക്ത, അയാൾ നോക്കിയതേയില്ല. അസഹായി മഹസൂസ് കർത്ത, സ്വയം നിസ്സഹായനായിട്ട് നിന്നതല്ലാണ്ട് അയാൾ ചുറ്റുപാടുള്ളവരോട്
പൈസക്ക് അന്വേഷിച്ചില്ല. നെക്സ്റ്റ് പേജ്. കാം പൂരാ ഹോനെ പർ വഹ് കത്താർ സെ അലഗ് ഹോ ഗയ. അയാളെ ജോലി കഴിഞ്ഞു, ആ ക്യൂന്ന് കിട്ടേണ്ട റിപ്പോർട്ടെല്ലാം വാങ്ങിയതിന് ശേഷം ക്യൂന്ന് മാറി. അവർ 20 रुपये के लिए ഫോൺ पर किसी को बुलाता रहा. ആ 20 रुपये വേണ്ടിയിട്ട് 20 രൂപയ്ക്ക് വേണ്ടിയിട്ട് ആരോ ഫോണിൽ വിളിച്ചു. മേ റിപ്പോർട്ട് ലേക്കർ ജാനെ ലഗീത്ത വഹു പാസ്സായ. ഞാൻ റിപ്പോർട്ട് വാങ്ങി പോകുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. ജരാ രുക്കിയെ, ഒന്ന് നിൽക്കൂ, ധന്യവാദ്, നന്ദിയുണ്ട്. ആപ്കെ 20 रुपये, താങ്കളുടെ 20 രൂപ ഇതാ. പൈസയിൽ ഔട്ടാത്ത ഉസ്നെ കഹ. പൈസ തിരിച്ചു തന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പൈസ തന്നതിൽ നന്ദിയുണ്ട്, ഇതാ നിങ്ങളുടെ 20 രൂപ വാങ്ങിക്കൂ എന്ന് പറയുന്നു. അരേ വാപ്പസ് കർണ സെരൂരി നഹി ഹെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ തിരികെ വേണമെന്നില്ല, ഞാൻ തിരികെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. 20 ही तो रुपये है मैंने कहा. 20 രൂപയല്ലേ, मैंने कहा. नहीं वह 20 ही रुपये नहीं थे. അപ്പോൾ അദ്ദേഹം പറയുന്നു, അത് വെറും 20 രൂപയല്ല. कहकर वह चला गया. അത് വെറും 20 രൂപയായിരുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നടന്ന് അകലുന്നു. दूसरे दिन बहुत सुबह फिर कोई रिपोर्ट लेने. വേറൊരു ദിവസം बहुत सुबह അതിരാവിലെ റിപ്പോർട്ട് ലേനെ ദൂസരി തരഹ് മേരി ചോട്ടി ബഹൻ കോ ജാനാ പട. എൻ്റെ ഇളയ സഹോദരിക്ക് റിപ്പോർട്ട് വാങ്ങിക്കാൻ പോയേണ്ടി വന്നു. മേരി ബഹനെ നന്നി ബച്ചിക്കോ ഗോതുമേ ലേ രഖാത. അവളുടെ ചെറിയ കുട്ടിയും ഒക്കത്തെടുത്താണ് റിപ്പോർട്ട് വാങ്ങിക്കാൻ പോയത്. റിപ്പോർട്ട് ലേനയ്ക്ക് ബാദ് ഉസേ ഫോട്ടോ കോപ്പി കർവാനീ थी. റിപ്പോർട്ട് വാങ്ങി അതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കേണ്ടതായിട്ടുണ്ട്. വഹ് പൈസ ढूंढने लगी. അവൾ പൈസ പരതി. ജേബ് പൈസ നഹി थे. പോക്കറ്റിൽ പൈസ ഇല്ല. ऊपर अस्पताल के 14 तल्ले में ही छूट गए थे. अस्पताल के 14 तल्ले, 4ാം നിലയിൽ छूट गए. പേഴ്സ് 4ാം നിലയിൽ വെച്ച് മറന്നു. उसने दुकानदार से कहा कि वह कुछ देर में पैसा लाकर दे देगी. ഫോട്ടോ ഷോപ്പിലെ അദ്ദേഹത്തോട് പറയുന്നു, ഞാനിപ്പോൾ പൈസ എടുത്തിട്ട് വരാം. ഉസേ ഫോട്ടോ കോപ്പി ചാഹിയേ സെരൂരി ഹേ. പെട്ടെന്ന് ഫോട്ടോ കോപ്പി തരൂ, എനിക്ക് അത്യാവശ്യമുണ്ട്, ഞാൻ ഇപ്പോൾ കൊണ്ടുതരാം. പർ ദുക്കാൻദാർ ആനാക്കാനി കർത്ത. ആനാക്കാനി കർണ മനെ കേൾക്കാത്ത ഭാവത്തിൽ ദിഖ നിന്നു. തബി പാസ് ഖടയേക്ക് ലടുക്കേനെ. അപ്പോൾ അവളുടെ അടുത്ത് വന്ന ഒരു ആൺകുട്ടി. ഉസ്കി ഫോട്ടോ കോപ്പിക്ക് ബി പൈസ ജമാ കർ ദിയേ. അവളുടെ കൂടി പൈസ കൊടുക്കുന്നു, ഫോട്ടോ കോപ്പിയുടെ കൂടി പൈസ അടയ്ക്കുന്നു. ബഹൻ ഉസേ പൾട്ടുകർ കുച്ച് കയറ്റി. എൻ്റെ സഹോദരി അവനോട് എന്തോ പറയാൻ വേണ്ടി തിരിഞ്ഞു. ലേക്കിൻ വഹു ഭീഡ് മേ ഗായബ് ഹോ ചുക്കാത. അവൻ അപ്പോഴേക്കും ആൾക്കൂട്ടത്തിൽ അലിഞ്ഞില്ലാണ്ടായി, ആൾക്കൂട്ടത്തിലേക്ക് പോയി, അവനെ കാണാണ്ടായി. മേ ഷാം അസ്പതാൽ കെ ബാഹർ ചായ് പീനെ നികലി. ഞാൻ വൈകുന്നേരം ഹോസ്പിറ്റലിൻ്റെ പുറത്ത് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ആംഖേൻ ദുഃഖി രഹി थी. കണ്ണുകളിൽ ദുഃഖഭാവമുണ്ട്. ചായ് വാലേക്കോ കഹ ചോട്ടെ കപ്മേൻ ചായ ദീജിയ. എനിക്ക് ചെറിയ കപ്പിൽ ചായ മതി. എൻ്റെ മുഖത്ത് കണ്ണുകളിൽ സങ്കടം നിഴലിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മതി, എനിക്ക് ചെറിയ കപ്പിൽ ചായ മതി. ഉസ്നെ ബഡേ കപ്മേൻ ചായ് ദേദി. അപ്പോൾ ദുക്കാൻദാർ, കച്ചവടക്കാരൻ, ചായപ്പൊടിയക്കാരൻ വലിയ കപ്പിൽ ചായ കൊടുത്തു. ഭയ്യ ചോട്ടാ കപ്പ് ഫിർസെ മേനെ. ഭയ്യ സഹോദര, എനിക്ക് ചെറിയ കപ്പിൽ മതി എന്ന് ഞാൻ പറയുന്നു. പിജി എന്ന ആപ്പ്, താങ്കൾ കുടിക്ക്. കേക്കർ വ കിസിസെ ബാത്തേം കർണേമേ വ്യസ്ത് ഹോ ഗയാ. പറഞ്ഞ അയാൾ മറ്റാരോടോ സംസാരിക്കാൻ തുടങ്ങി. മേനെ ചായ് പീലി. ഞാൻ ചായ കുടിച്ചു. ഫിർ വഹ് മേരി തരഹ് പൽട്ടുകർ ബോല. അപ്പോൾ അയാൾ എൻ്റെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, കോയി അസ്പതാൽ മേ അഡ്മിറ്റ് ഹേ ക്യാ. നിങ്ങളുടെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണോ? മേനെ സോച്ചാ കി മേരെ പീച്ചെ കോയി ഹോഗ. ഞാൻ വിചാരിച്ചു എൻ്റെ പുറകിൽ ആരോ ഉണ്ട്. ഷായദ് ഉസീസെ പൂച്ച് രഹാഹോ. അവരോടാണ് ചോദിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഉസ്നെ ഫിർ കഹ. അദ്ദേഹം പിന്നെയും പറഞ്ഞു, ആപ്സെ പൂച്ച് രഹാഹു. താങ്കളോടാണ് ചോദിക്കുന്നത്. മേ ആപ്കോ ഹമേശ പഠിത്താഹും. ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കാറുണ്ട്. ബഹുത് അച്ചാ ലഗത്താ ഹേ. നന്നായി, എപ്പോഴും നല്ലതായിട്ടാണ് തോന്നാറ്. മേനെ ഉസേ ശുക്രിയ കഹ. ഞാൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. ഫിർ ചായക്കെ പൈസേ ദേനേ ലഗി. ചായൻ്റെ പൈസ കൊടുത്തു. വ ഹാത്ത് മേ ഭാന്തക്കർ ഉസി തരഹ് ഖടാ രഹ. അദ്ദേഹം കൈയും കെട്ടി എന്നെ നോക്കി നിൽക്കുകയാണ്. ബഹുത് സിദ്ധ് കർണേക്കെ ബാദ്. ഞാൻ വളരെ ശാഠ്യം പിടിച്ച്. ഉസ്കെ വന്ദേ ഹാത്ത് ഫുലേ നഹി. അത്ര വാശി പിടിച്ചിട്ട് അയാൾ കെട്ടിയ കൈ തുറന്നില്ല. മേനെ ചായ് കേലിയെ ഉസേ ശുക്രിയ കഹ അവർ അസ്പതാൽ കെ ഭീതർ ചലി ഗയി. ഞാൻ അയാളോട് നന്ദി പറഞ്ഞ് ഹോസ്പിറ്റലിന് പുറത്തിറങ്ങി. देखा अस्पताल के भीतर और बाहर अपनी अपनी अलग दुनिया है. ആശുപത്രിൻ്റെ ഉള്ളിലും ഭീതർ ഉള്ളിൽ, അവർ ബാഹർ ആശുപത്രിൻ്റെ പുറത്തും വേറെ വേറെ ലോകമാണ്.
अभाव, बीमारी, गरीबी, दुख के बीच भी साधारण लोगों ने अपने जीवन में थोड़ा थोड़ा प्रेम, थोड़ी थोड़ी आत्मीयता और मनुष्यता बचाकर रखी है. अभाव दारिद्र्യം, बीमारी രോഗം, गरीबी दारिद्र्യം, दुख के बीच भी साधारण लोगों ने अपने जीवन में थोड़ा थोड़ा प्रेम, എല്ലാവരും എന്തായിരിക്കുന്നു കുറച്ച് സ്നേഹം, തോടി തോടി ആത്മീയത, ദൈവവിശ്വാസം, और മനുഷ്യത ബച്ചാക്കർ രഖി ഹെ, മനുഷ്യത്വം എല്ലാം എല്ലാവരുടെ മനസ്സിലുമുണ്ട്. ഉനേ ദേഖ്തേ ഹുയെ സോച്തി ഹും കി ധർത്തി മേ പ്രേം സബ്സെ താക്കത്വർ മൂല്യ ഹെ, ഈ ലോകത്ത് ഏറ്റവും ആവശ്യമുള്ളത് സ്നേഹമാണെന്ന് മനസ്സിലായി. യഹി ഇൻസാൻ കെ ഭീതർ സമർപ്പൺ ലാ സക്താ ഹെ, ഇതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. और यही अतिरिक्त पाने के लालच, अत्याग्रहम, उसके लिए एक दूसरे पर हमले आक्रमണം, एक दूसरे पर अविश्वास, മറ്റുള്ളവരെ വിശ്വാസമില്ലാത്ത അവസ്ഥ, और ഹിംസ, ഉപദ്രവിക്കൽ, सबको खत्म कर सकता है, ഇത് എല്ലാത്തിനെയും ഖതം പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യുന്ന വസ്തുതയാണ്. അതായത് മനുഷ്യനുള്ള ഉണ്ടാവുന്ന അത്യാഗ്രഹം, ആക്രമണം, വിശ്വാസമില്ലായ്മ, ഹിംസ, ഇതെല്ലാം തന്നെ മനുഷ്യനെ മനുഷ്യനില്ലാതാക്കുന്നു. ഈ ധർത്തിക്കോ പ്രേം കെ സിവ അവർ കുച്ചി നഹീം ബച്ചാ സക്ത, ഈ ലോകത്ത് പ്രേമം, സ്നേഹം അല്ലാണ്ട് കുച്ചി നഹീം ബച്ചാ സക്ത, നമ്മളൊന്നും ബാക്കി വെക്കുന്നില്ല. പരസ്പരം സ്നേഹിക്കുക, അത് മാത്രമേ നമ്മൾക്ക് ബാക്കിയുള്ള കാലത്തേക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മുടെ ലേഖിക പറയുന്നു, ജസിന്ത കർക്കട്ട പറയുന്നു. അതുതന്നെയാണ് പാഠത്തിൻ്റെ ഹെഡിങ്ങായി അവർ കൊടുത്തിരിക്കുന്ന പ്രേം കെ സിവ അവർ കുച്ച് നഹീം, സ്നേഹമല്ലാതെ ഈ ലോകത്ത് വേറൊന്നും ബാക്കി ഉണ്ടാവില്ല എന്ന് അവർ പറയുന്നു. इस डायरी का आशय है हम दूसरों पर प्रेम करना चाहिए, दूसरों का परोपकार करना चाहिए. प्रेम सबसे अमूल्य चीज़ है.